ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്ര അത്തറിന്റെ മണമുള്ള ഖത്തറിൽ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള മനോഹരമായ ബോക്സ് പാർക്കിലേക്കാണ്. വിവിധ നിറത്തിലുള്ള ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ അടുക്കി വെച്ചാണ് ഈ ബോക്സ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഈ മനോഹരമായ ബോക്സ് പാർക്ക്. ഇപ്പോൾ നമ്മൾ ഖത്തറിലെ ബോക്സ് പാർക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്കിബും ഇർഫാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതായത് കണ്ടെയ്നറുകൾ ഡിഫറെന്റ് കളറിൽ അട്ടിയാക്കി വെച്ചിട്ട് ഒരു പ്രത്യേകത ഒരു കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഇനി വീഡിയോസ് കാണാം. വിനോദസഞ്ചാരികൾക്കായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ബോക്സ് പാർക്കിലാണ്. ഖത്തറിലെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അട്ടിയായി അടക്കി വെച്ചിരിക്കുന്ന ഒരേ ബോക്സുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതും തൊട്ടടുത്ത് നമ്മുടെ മറൈൻ യാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലം പ്ലേസ് ആണ്. മസ്റ്റായിട്ട് എല്ലാവരും ഖത്തറിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ബോക്സ് പാർക്കിന്റെ ഒരു വശം പോർട്ടിലേക്കുള്ള റോഡാണെങ്കിൽ മറുവശം കടലാണ്. അത്യുഗ്രമായ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും അനുയോജ്യമായ ഒരു ലൊക്കേഷനാണ് ബോക്സ് പാർക്ക്. ദോഹയുടെ കടൽ തീരത്തിന്റെ മനോഹാരിതയെ ചേർത്ത് നിർത്തുന്നു. കണ്ടെയ്നറുകളുടെ മുകളിലേക്ക് കയറുവാനായി പല ദിശയിൽ നിന്നും കോണിപ്പടികൾ കാണാം. മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിവിശാലമായ കോർണേഷ് വളരെ മനോഹാരിതമായി നമുക്ക് കാണാം. തണുപ്പുകാലമായതുകൊണ്ട് ശരിക്കും അവിടം ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. 974 സ്റ്റേഡിയം, ഖത്തർ നാഷണൽ മ്യൂസിയം, ഇതാണ് അടുത്തുള്ള പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. സോ ഖത്തറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രീമിയം ബോട്ട് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുത്തെ ബോട്ടിങ്സും പിന്നെ അതേപോലെ സഫാരി റൈഡ്സ് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കടൽ തീരത്തിന്റെ മനോഹാരിതയും കാറ്റും കൊണ്ടിരിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ലക്ഷറി സ്പോട്ടാണ് ബോക്സ് പാർക്ക്. ബോക്സ് പാർക്കിലാണ് ഇപ്പൊ നമ്മൾ കറന്റ് ഉള്ളത് അല്ലെ. കംപ്ലീറ്റ്ലി എന്താ ബ്ലൂ കളർ, യെല്ലോ കളർ, അങ്ങനെ പല കളറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതവിടെ ഗ്രീൻ കളർ ആൻഡ് യോട്ട്സ് ഓൾസോ ഉണ്ട് ഇവിടെ. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖത്തറിൽ വന്നിട്ട് യോട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. യോട്ട് എക്സ്പീരിയൻസ്, പിന്നെ അത് സ്മോൾ ബോട്ട്സ് ഉണ്ട് ഇവിടെ, ബോട്ട് റൈഡ്സ് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് സംഭവം. ഈവൻ ജെറ്റ്സ്കി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇർഫാൻ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഖത്തറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത് നമ്മുടെ പ്ലേസിനെ പറ്റി? പ്ലേസ് എന്ന് പറഞ്ഞാൽ ഖത്തർ ചെറിയ സ്ഥലമുള്ളൂ, പെട്ടെന്ന് കണ്ടു തീർക്കാവുന്ന സ്ഥലമുള്ളൂ. പക്ഷെ ഉള്ളത് ഇതേപോലെ യുണീക്കാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നല്ല കോർണേഷായിട്ടോ കാണുന്നത്. ഒരുപാട് യാച്ചുകളുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഒരുപാട് മറൈൻ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിൽ ബോക്സ് പാർക്കിലെത്തിയാൽ നല്ല സൂര്യാസ്തമയം ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി ഐസ്ക്രീം ഷോപ്പുകളും ഉണ്ട് കേട്ടോ. പെറ്റ്സ് അനിമൽസുമായി പുറത്തിറങ്ങുന്നവർക്ക് അനുയോജ്യമായ ചുരുക്കം ചില പ്ലേസുകളിലൊന്നാണ് ബോക്സ് പാർക്ക്. ഒരുപാട് ഇവന്റുകളും സീസണൽ ഫെസ്റ്റിവൽസും നടക്കുന്ന പ്രധാന വേദികളിലൊന്നാണ് ബോക്സ് പാർക്ക്. ബോക്സ് പാർക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് മനോഹരമായ എക്സ്പീരിയൻസ് ആണ് നൽകിയത്. ഖത്തറിന്റെ പ്രധാന വിശേഷങ്ങളുമായി ഇനി വരും വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ടിൽ ദെൻ, ഗുഡ് ബൈ.